ഇന്ന് ചിക്കൻ്റെ ഒരു കഴുത്തുണ്ടല്ലോ, കഴുത്ത് മാത്രം ലുലു മാളിൽ നിന്ന് മേടിച്ചത് കേട്ടോ. അത് കഴുത്ത് മാത്രം ഇത് ഇങ്ങനെ ഇത്രയും കൂടെ 50 രൂപയാണ് ലുലു മാളിൽ നിന്ന്. ഇത് നമ്മളിന്ന് റോസ്റ്റ് ചെയ്യണ്ടേ ഈ കഴുത്ത്. അതിന് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി, 2 പച്ചമുളക്, പകുതി തക്കാളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അത് പിന്നെ അവിടെ ഓഫറുള്ള സമയത്തിന് മേടിച്ചതാണ്. ചെന്നപ്പം കണ്ട് എല്ലാവരും മേടിക്കുന്നപ്പോൾ ഞാനും കൂടെ മേടിച്ചതാണ്. ഉണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ മതി, കുറച്ച് എണ്ണ ഒഴിച്ചു. ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് താളിച്ച് കടുകിട്ട് ഉള്ളിയിട്ട് പെട്ടെന്ന് ഉള്ളിയിട്ട് അങ്ങ് വാട്ടിക്കൊണ്ടിരിക്കുക. കടുകൊക്കെ പൊട്ടിക്കുന്ന അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശകലം തീ കൂടിപ്പോയായിരുന്നു കേട്ടോ. അപ്പം ശകലം ഒന്ന് കളർ വന്നു. ഉള്ളിയാണെന്ന് പാടട്ടെ. നല്ല കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. പച്ചമുളക് കീറിയിടണം, മുഴുവനിടരുത്. അറ്റം വളർന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പറിക്കും. ഇതിന് തക്കാളി അങ്ങോട്ട് നല്ല മൂത്ത് വരുന്നുണ്ട്. ചിക്കൻ ഇട്ടു. ചിക്കൻ്റെ ആ കഴുത്തുണ്ടല്ലോ, അതാണ് അതിൻ്റെ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഇനി വെള്ളം ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കണം. കഴുത്തായിട്ട് കുറച്ച് വെള്ളം കൂട്ടി ചേർച്ചാൽ വേവ് കൂടുതലാണ് കഴുത്തിന്. എന്നാലും നല്ലോണം വേകട്ടെ. കാശ്മീരി മുളക് പൊടിയാണ്. 2 ചെറിയ സ്പൂണിന് 2 കുറച്ചേ എടുത്തോളൂ. പിന്നെ മല്ലിപ്പൊടി അതേ കണക്കിന് കുറച്ച് മതി. അളവ് പറയാനായിട്ട് എനിക്കൊരെല്ലാം ഒരു കൈ കണക്കാണ്. ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യം അറിയാമല്ലോ, അതനുസരിച്ച് ഇട്ടാൽ മതി. നല്ല വരണം. 1 സ്പൂണ് ഗരം മസാലയും കൂടെ അത് ഇട്ടങ്ങ് ചൂടാക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു പച്ച ചുരുക്കം മാറും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശകലം ഉപ്പിട്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടുക. മുളക് പൊടി തട്ടിക്കുക. അപ്പം ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ല വേവും. മറ്റേ അവസാനം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇത് കാണും, ഇതെല്ലാം ഇനി പുരട്ടിയെടുക്കാനാണ് കേട്ടോ. ഇച്ചിരി കുരുമുളക് കൂടെ ചതച്ചതിട്ടിട്ടുണ്ട് കേട്ടോ. ശകലം കൂടെ ഒന്ന് ഇരുന്ന് സെറ്റാവും. വേറെ ഒന്നും ഇടണ്ട. പക്ഷെ മല്ലിയിലൊന്നും ഇതിനിടണ്ട. നമ്മൾ ചിക്കൻ കറിക്ക് വയ്ക്കും പോലെ ഒന്നും ഇടണ്ട. ഉള്ളി ഓരോ ഉള്ളി കണ്ട ഇത് ഓരോന്നും എടുത്ത് കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നോക്കുക, ഇതെല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്ക് കഴുത്ത് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. ഇങ്ങനെ അതെല്ലാം ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം, ഫോളോ ചെയ്യണേ എല്ലാവരും. ഇഷ്ടപ്പെട്ടെന്ന് കരുതണം ഞാൻ. ഇനി അടുപ്പിൽ കിടന്ന് അത് തനിയേ ഇരുന്നങ്ങ് സെറ്റായിക്കോളും. ഉടനെ ഉപയോഗിക്കരുത്. ഒരു നല്ലോണം ഇത് ഇരിക്കണം കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും ഇതിൽ തന്നെ ചട്ടി തന്നെ മൂടി അങ്ങ് വെച്ചേക്കണം. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് എടുക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കുറവുണ്ടാകും.